അപ്പൊ ഈ മൊബൈൽ ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ്, അതിൽ എന്തൊക്കെ സേവനങ്ങളാണ്? മൊബൈൽ ആപ്പിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പശുമാർഗ്ഗ സാധനങ്ങളാണ് കൂടുതലും വരുന്നത്. എന്ന് വെച്ചാൽ പശുമാർഗ്ഗ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ വീട്ടിലൊരു തിരുമേനിയെ കൊണ്ടുവന്ന് പൂജ ചെയ്യുന്നില്ലേ, അതൊക്കെ പശുമാർഗ്ഗമാണ്. പാശബന്ധത്തോട് കൂടിയിട്ട് ചെയ്യുന്ന ഏത് കാര്യവും. ഇപ്പോൾ ലളിതാ സഹസ്രനാമം നിങ്ങൾ എടുത്തു നോക്കുക, വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ചിതാഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്യത എന്ന് പറയുന്നുണ്ട്. ഈ ചിതാഗ്നികുണ്ട സംഭൂതയാണോ ചിത് അഗ്നികുണ്ട സംഭൂതയാണോ, ഏതാ ശരി? ചിത് അഗ്നി, രണ്ട് ശരിയാണ്. ചേർത്ത് പറയുമ്പോൾ അങ്ങനെ ചിതാഗ്നി പറയുന്നത്. ചിതാഗ്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവന്മാരുടെ മറ്റേ ഭണ്ഡാസുരനെ ഭയപ്പെട്ട് ഭണ്ഡാസുരൻ്റെ കൈ കൊണ്ട് ചാകുന്നതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ ശരീരം തന്നെ കഷ്ണം കഷ്ണാക്കിയിട്ട് മുറിച്ച് ഞങ്ങൾ ഹോമിക്കുകയാണ്, ദേവിയുടെ നാമം ചൊല്ലി ഞങ്ങൾക്ക് അങ്ങനെ മരിക്കുന്നതാണുള്ളത്, ഒരു അസുരൻ്റെ കൈ കൊണ്ട് ചാകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ ദേവന്മാർ തൻ്റെ ശരീരത്തെ ഹോമിക്കുമ്പോൾ ആ അഗ്നിയിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്മശാനത്തിൽ നിന്ന് ജനിച്ചവൾ എന്നർത്ഥം വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നുള്ള ചില ഉന്നത ജാതി ബോധമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അത് ദഹിക്കാൻ പറ്റില്ല. അതേസമയത്ത് അങ്ങനെയുള്ളവരാണ് അതിനെ മാറ്റിയിട്ട് ചിത് അഗ്നി കുണ്ടം, അതായത് ചിത് അഗ്നി എന്ന് പറഞ്ഞാലും തെറ്റല്ല, ശരിയാണ്. ഒരേ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അവനവൻ്റെ ഹൃദയത്തിൽ നിന്ന് ആ ചിന്തയിൽ നിന്ന് ഉണ്ടായ ദേവി എന്നും പറയാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കൃത ശ്ലോകം ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ സംസ്കൃതത്തിൽ ജ്ഞാനമുള്ള ഒരാൾക്ക് എത്ര ശ്ലോകങ്ങൾ വേണമെങ്കിലും ഉണ്ടാക്കാം, എങ്ങനെ വേണമെങ്കിലും ഹിന്ദു മതത്തെ വളച്ചൊടിക്കാം. ഒരു ശ്ലോകം ഞാൻ നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ശ്ലോകം ഇല്ല എന്ന് പറയാൻ തക്ക ബോധമുള്ള ഒരു ഹിന്ദുവും ഇന്നില്ല. കാരണം ഹിന്ദുവിന് എത്ര ഗ്രന്ഥമുണ്ടെന്ന് പോലും എണ്ണപ്പെട്ടിട്ടില്ല. ഇപ്പം നഷ്ടപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ആ ഒരു ഗ്രന്ഥത്തിൻ്റെ പേരും പറഞ്ഞാൽ ആ ഗ്രന്ഥത്തിലുള്ള ശ്ലോകമാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാനേ പറ്റുള്ളൂ. കാരണം ഒരു ഹിന്ദു ഒരിക്കലും ഹിന്ദുവിൻ്റെ ആചാരങ്ങളോ ഹിന്ദുവിന് എന്ത് ചെയ്യാമെന്നോ പഠിക്കുന്നില്ല. അതുകൊണ്ടാണ് ആൾദൈവങ്ങൾ കൂടിക്കൂടി വരുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എവിടെ നോക്കിയാണ് ഇവിടെ ഹിന്ദുക്കൾ പഠിക്കേണ്ടത്? പഠിപ്പിക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇപ്പം വർഗീയത എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനാണ് മുൻതൂക്കം. ഒന്ന് ചിന്തിച്ച് നോക്കും, നമ്മൾ ശബരിമലയിൽ പോകുന്നു, വാവരസ്വാമി എന്ന് വിളിച്ചാൽ എന്താ കുഴപ്പം? ശബരിമലയിൽ എന്തിനാണ് പോകുന്നത്? തത്വമസി എന്ന ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന ഒരാളെ സംബന്ധിച്ച്, ഒരു സ്വാമിയെ സംബന്ധിച്ച്, ഒരു മുസ്ലിം ആയാലെന്താ, ക്രിസ്ത്യൻ ആയാലെന്താ, ഹിന്ദു ആയാലെന്താ വിഷയം? കാരണം സ്വാമി തിന്തകത്വവും തോം അയ്യപ്പൻ, സ്വാമി എൻ്റെ അകത്വവും തോം അയ്യപ്പൻ നിൻ്റെ അകത്വവും തോം എന്നാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ തെറ്റിപ്പോയതാണ്. സ്വാമി എൻ്റെ അകത്തും അയ്യപ്പൻ നിൻ്റെ അകത്തും എന്നാണ്. അത് മാറിയിട്ടാണ് സ്വാമി തിന്തകത്വവും തോം അയ്യപ്പൻ തിന്തകത്വവും തോം ആയത്. സ്വാമി ഹിന്ദുവിൻ്റെ അകത്തും അയ്യപ്പൻ ഹിന്ദുവിൻ്റെ അകത്തും എന്നെവിടെയും പറഞ്ഞിട്ടില്ല. അതുപോലെ പല അമ്പലങ്ങളിൽ ഹിന്ദുക്കൾക്ക് മാത്രം പ്രവേശനം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മതത്തിനതീതമായി പല ആൾക്കാരും ദൈവങ്ങളെ ആരാധിക്കുന്നുണ്ട്. എനിക്കറിയാം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായിട്ടുള്ളവർ കൃഷ്ണനെ സ്നേഹിക്കുന്നവരുണ്ട്, ദേവിയെ സ്നേഹിക്കുന്നവരുണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം എങ്ങനെ സ്വീകരിക്കുന്ന എനിക്കറിയില്ല, എങ്കിലും പറയാം. ഭഗവാൻ ശിവൻ, കൃഷ്ണൻ, കാളി, ഈ ദേവതകളെ ചില സമ്പ്രദായത്തിലുള്ള ആൾക്കാർക്ക് പൂജിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? കൃഷ്ണൻ കുചേലനെ എങ്ങനെയാണ് സ്വീകരിച്ചത്? വേർത്ത് മുഷിഞ്ഞ് നിന്ന സമയത്ത് കുചേലനെ മാറോട് ചേർത്തു, സുധാമാവിനെ, അല്ലേ? അങ്ങനെ ചേർത്ത അവസ്ഥയിൽ ശുദ്ധിയുണ്ടോ? അശുദ്ധി അദ്ദേഹത്തിന് ബാധകമാണോ? മനഃശുദ്ധിയാണ് നോക്കി, അല്ലേ? ഇന്നോ ചിന്തിച്ചു നോക്കും. അതുപോലെ ഭഗവാൻ ശിവൻ എല്ലാ സമ്പ്രദായങ്ങളിൽ നിന്നും വിഭിന്നനാണ്. അദ്ദേഹത്തിന് കണ്ണപ്പൻ എന്ന് പറയുന്ന ഒരു ഭക്തനുണ്ടായിരുന്നു. അദ്ദേഹം ഭഗവാൻ ശിവലിംഗത്തിൽ നിന്ന് കണ്ണിൽ നിന്ന് രക്തം വന്ന സമയത്ത് സ്വന്തം കണ്ണെടുത്ത് വെച്ച് മറ്റേ കണ്ണ് അടയാളം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റേ കണ്ണിൽ നിന്നും കാലുകൊണ്ട് ചവിട്ടി. തെറ്റാണെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടില്ല. ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്തു. എങ്ങനെ ചെയ്തത്? വായിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് തുപ്പി. ഒരു തെറ്റുമില്ല അതിൽ. ഇപ്പം ഇതിനിടെ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ, ജസ്ലിയോ അങ്ങനെ ആരോ ഗുരുവായൂർ കാല് കഴിയുന്നു പറഞ്ഞു. ഭഗവാൻ എന്താ വിഷയം? അതുപോലെ ശ്രീരാമന് നമ്മളെ ശബരി ദേവി ഭക്ഷണം കഴിച്ച് രുചിയുണ്ടോ എന്ന് നോക്കിയിട്ടാണ് ശ്രീരാമന് കഴിക്കാൻ കൊടുക്കുന്നത്. അത് എച്ചിൽ. അത് ഭഗവാൻ സന്തോഷത്തോട് സ്വീകരിച്ചു. ഭഗവാൻ ഏത് ഭഗവാനും ആയിക്കോട്ടെ, അവരെല്ലാം സ്വീകരിക്കുന്നത് ഒരു ഭക്തൻ്റെ ശ്രദ്ധ, ഭക്തി, വിശ്വാസം, സമർപ്പണം, സത്യം, നിഷ്ഠ, ഗുരുത്വം, ഇതൊക്കെയാണ് അവർ നോക്കുന്നത്. അല്ലാതെ ജാതി, മതം, ഇതൊന്നും, പ്രായം, ലിംഗഭേദം, ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ശബരിമലയിൽ സ്ത്രീകൾ കയറിക്കൂടാന്ന് പറയുന്നതിൻ്റെ കാര്യം എന്തായിരിക്കും? കാരണമുണ്ട്. ഇപ്പം ശബരിമലയിൽ സ്ത്രീകൾ പോകുന്ന സമയത്ത് അവർക്ക് ഈ മെൻസസിൻ്റെ പ്രശ്നമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ
മെൻസസിൻ്റെ പ്രശ്നമാണെന്ന് പറയട്ടെ, അതാണെങ്കിൽ ഇന്നത് മാറി നിൽക്കാനുള്ള ഒരുപാട് ടാബ്ലറ്റ് ഉണ്ട്. അതല്ല, മറ്റൊരു ആചാര്യൻ പറഞ്ഞു കേട്ടതാണ് ഈ ഋതുമതിയായ സ്ത്രീയുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കും, ദൈവം എഴുന്നേറ്റ് നിന്ന് പോകും. സത്യമാണ്. അതുകൊണ്ടാണ്, അതല്ലാതെ അത് അശുദ്ധിയല്ല എന്ന് ഒരു ആചാര്യൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു ക്ഷേത്രത്തിലും പോകാൻ പറ്റില്ല. പിന്നെ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല അവിടുത്തെ വിഷയം. നൈഷ്ഠിക ബ്രഹ്മചാരി ആണെങ്കിൽ ഏറ്റവും കൺകണ്ട ഏറ്റവും വലിയ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് ഹനുമാൻ. ഹനുമാന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് സീതയും രാമനുമാണ്. അദ്ദേഹത്തെ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, സ്ത്രീകൾ പോകുന്നില്ലേ? പിന്നെ അവിടെ പോകരുതെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇപ്പോഴാണെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ പല സ്ഥലത്തും കുളിച്ച് ഈറിനോട് കൂടിയിട്ടാണ് പോകുന്നത്. 41 ദിവസത്തെ ഒരു നിഷ്ഠയോടുകൂടി ബ്രഹ്മചര്യം പാലിച്ച് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്ത്രീയുടെ അർദ്ധനഗ്നാവസ്ഥ, അത് യൗവനയുക്തയായ സ്ത്രീയുടെ അർദ്ധനഗ്നാവസ്ഥ കാണുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാരണം അതാണെന്ന് ഞാൻ പറയുന്നത്. പുരുഷന്റെ നിയന്ത്രണമില്ലായ്മയ്ക്ക് വേണ്ടി സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ അവിടെ ഹനിക്കുക തന്നെയാണ് ചെയ്യുന്നത്, സ്ത്രീയുടെ അവകാശത്തെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവകാശത്തെ ഹനിക്കുന്നു എന്ന് മാത്രം പറയാൻ പറ്റില്ല, അതിനും വേറൊരു കാരണം പറയാം. ഇപ്പം പുരുഷന്മാർക്കാണെങ്കിൽ മലമൂത്ര വിസർജനം പുറത്താണെങ്കിലും കാട്ടിലാണെങ്കിലും ചെയ്യാം. ഒരു സ്ത്രീയെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ, അതും ഒരു കാരണമാവാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം വന്നിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് മലയരയന്മാരുടെ ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. ഈ മലയരയന്മാരുടെ ക്ഷേത്രമാണെങ്കിൽ അത് താന്ത്രിക വിധിയല്ല, അവിടെ സ്ത്രീക്ക് പ്രവേശനം ഉണ്ടാവാം. ഇതെല്ലാം ഉണ്ടാകാമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഇതെൻ്റെ ഒരു അനുമാനമാണ്. ഞാനൊരു ജാതിയെയോ ഒരു മതത്തെയോ മതസംഘർഷം ഉണ്ടാക്കാനോ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു രാഷ്ട്രീയ ഇതുണ്ടാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇത് ഞാനീ പറയുന്ന പോലെ എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം പാടില്ല ഒരു ആചാര്യനും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. കയറരുത്, ഒരു ആചാരമാണ്. അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും അവിടെ ഇവിടെയും അവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകതയാണ്, നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നൈഷ്ഠിക ബ്രഹ്മചാരി, ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരി അല്ല. ഇപ്പൊ സ്ത്രീയെ കണ്ട ഒരു സ്ത്രീ, ഈ കൗമാരപ്രായത്തിലുള്ള സ്ത്രീകളെ കണ്ടാൽ അല്ലെങ്കിൽ യൗവനയുക്തയായ സ്ത്രീയെ കണ്ടാൽ അയ്യപ്പന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുമെന്നാണോ ഈ ഭക്തർ വിശ്വസിക്കുന്നത്? ഒരിക്കലല്ല, അയ്യപ്പൻ ഇത് വിഷയമല്ല. വിഷയം ഈ മനുഷ്യർക്കാണ്. ശാസ്ത്ര അവിടെ പോകുന്ന എന്താ പറയുക, ഒരു ഭക്തനെ സംബന്ധിച്ചാണ് ഈ നിയന്ത്രണങ്ങളൊക്കെ വരുന്നത്. ഇപ്പം കൗളം അങ്ങനെയുള്ള സമ്പ്രദായങ്ങളിൽ ക്ഷേത്രോപാസന കടന്നിട്ടാണ് കൗളവും തന്ത്രവും ഒക്കെ വരുന്നത്. ക്ഷേത്രാന്തരത്തിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ശുദ്ധതന്ത്രത്തിൻ്റെ കാര്യം. അവിടെ വരുമ്പോഴത്തേക്ക് ക്ഷേത്രം കടന്നുപോയി, അവന് വേണമെങ്കിൽ ക്ഷേത്രത്തിൽ വരാം. ഇപ്പോൾ നമ്മളിപ്പോൾ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് 10-ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നമുക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വെറുതെ ഒന്ന് പോകും. ആ പഴയ ക്ലാസ്സിലൊക്കെ നമുക്ക് ഇരിക്കാൻ തോന്നും, വെറുതെ ഒന്ന് കാണാനൊക്കെ പോകും. എന്ന് വെച്ചാൽ നമ്മൾ അത് വെറുതെ പോകുന്നതെന്ന് മാത്രമല്ല, വീണ്ടും 10-ാം ക്ലാസ്സിൽ പോയി പഠിക്കാൻ പോകുന്നതെന്ന് അർത്ഥമില്ല. എന്ന് പറഞ്ഞാൽ ഒരു താന്ത്രികനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ആവശ്യമില്ല. ഒരു സന്യാസിയെ സംബന്ധിച്ച് ചില സന്യാസിമാർ ഈ പറയുന്ന ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആചാരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അഭിപ്രായം പറയുന്നതാണ്. അതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം ഒരു സന്യാസി എന്ന് പറയുന്ന അയാൾ ഈ ക്ഷേത്രം കടന്നുപോയി, അവനവന് ബലിയിട്ട ഒരു സന്യാസിക്ക് ക്ഷേത്രത്തിൽ എന്ത് കാര്യം?